ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്നൊരു വാക്കാണല്ലോ അനുഗ്രഹീതരായിത്തീരുക, അനുഗ്രഹിക്കപ്പെടുക, അനുഗ്രഹിക്കുക എന്നുള്ള വാക്ക്. നിശ്ചയമായും ദൈവം തൻ്റെ ജനത്തെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ അവൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് ദൈവം ചില വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്നുള്ളത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നാം ലോകത്തോട് വേർപെടണം എന്നുള്ളതാണ് ദൈവം വെച്ചിരിക്കുന്ന ആദ്യത്തെ വ്യവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ലോകത്തിൽ നിന്ന് വേർപെടണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്? നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നാണ് ലോകമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് അത് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മളെ ഇടയാക്കി തീർക്കുന്നുണ്ട്. ലോകത്തോട് വേർപെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒറ്റയ്ക്ക് മാറിയിരിക്കുക എന്നുള്ളതല്ല. യാതൊരു വിധമായിരിക്കുന്ന സമ്പർക്കവും കൂടാതെ മാറിയിരിക്കുക എന്നുള്ളതിലല്ല ലോകത്തോട് വേർപെടുക എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ മലിനതകൾ നമ്മളിൽ അകപ്പെടാതെ അതിൽ നിന്ന് മാറിയിരിക്കുവാനാണ്, അല്ലെങ്കിൽ അതിനോട് സമ്പർക്കം പുലർക്കാതിരിക്കുക എന്നുള്ളതാണ് ലോകത്തോട് വേർപെട്ടിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1-ാം വാക്യത്തിൽ ഒരു പാപിയുടെ പടിപടിയായുള്ള പതനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ വ്യക്തമായി പറയുകയാണ്, അവൻ നടക്കുന്നു, അവൻ നിൽക്കുന്നു, പിന്നീട് അവൻ ഇരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, മനുഷ്യൻ പാപത്തിലേക്ക് കടക്കുക എന്നുള്ളത് പടിപടിയായി സംഭവിക്കുന്ന കാര്യമാണ്. രണ്ടാമതായി നാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ രണ്ടാമത്തെ വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക എന്നുള്ളത്. നമ്മെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനിടയായിത്തീർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തെ ധ്യാനിച്ച് ദൈവവചനത്തിൽ തന്നെ സന്തോഷിച്ച് അങ്ങനെ ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ശരീരത്തിന് ദഹന പ്രക്രിയ എങ്ങനെയോ അതുപോലെയാണ് ആത്മാവിന് ദൈവിക വചനം എന്നുള്ളത്. നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തെ സ്വീകരിക്കുവാൻ ഇടയായിത്തീരുന്നു. അത് നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുകയാണ്. അതെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അനുഗ്രഹം ലഭിക്കുവാനുള്ള വ്യവസ്ഥകളെ നാം പാലിക്കണം. ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവവചനത്താൽ സന്തോഷിച്ച് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ആ വലിയ നന്മകളെ ലഭ്യമാകുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവവചനത്തിൽ സന്തോഷിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൽ നിന്നുള്ള നന്മകൾക്കായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.